സോ നമ്മുടെ വോസ്ലിൻ്റെ ഈ 3 ക്രീമാണ് റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതും അതുപോലെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതും എന്ന് വേണം പറയാം. ഇതിൽ ഞാൻ 3നും 3 റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട്. റേറ്റിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത മിക്കവർക്കും പലവർക്കും പല രീതിക്കായിരിക്കും ഇത് സ്യൂട്ട് അയക്കുന്നത്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ടും അതുപോലെ എൻ്റെ സ്കിന്നിൽ ഗുഡായിട്ടും തോന്നിയ ഒരേ ഒരു ക്രീം എന്ന് പറയാനായിട്ടാണെങ്കിൽ ഈ വോസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ ഡൂയി റേഡിയൻസ് ആണ്. ഈ ഫ്ലോലെസ് ഗ്ലോ വെച്ച് നോക്കുമ്പോഴേക്കും ഇതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. കാരണം ഇതിൻ്റെ ഞാൻ ലൈവായിട്ട് ഇതിൻ്റെ ടെക്സ്ചറും അതുപോലെ തന്നെ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു മോയ്സ്ചറൈസർ, അതായത് ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോഴേക്കും ആ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ നല്ലോണം ഇരിക്കണം. ഒത്തിരി മോയ്സ്ചറൈസിങ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. സോ അത് നമ്മുടെ സ്കിന്നിൽ കുറച്ചെങ്കിലും ഒരു ഗ്ലോ ആയിട്ട് ഇരിക്കുക. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ വെച്ച് നോക്കുമ്പം കുറച്ച് ലൂസി പ്ലസ് കുറച്ച് ക്രീമിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ ഇരിക്കുന്നത്. ഇതിങ്ങനെ ഇപ്പം സപ്പോസ് വെച്ചാൽ ഇതിങ്ങനെ തന്നെ ഇരിക്കും. ഇതാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കിയാലോ ഒന്നിങ്ങനെ കറക്കിയാലോ ഒന്നും ഇതിങ്ങനെ പോകില്ല. ബട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ക്രീമിൻ്റെ നോക്കാനാണെങ്കിൽ ഇത് ഫ്ലോലെസ് ഗ്ലോ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലോലെസ് ആയിട്ടുണ്ട്. ഇതാ കമത്തുമ്പോൾ തന്നെ ഇത് വന്ന് വീഴണയാണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ പിടിച്ചാൽ ഇതാ ഒഴുകി പോകണയാണ്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയാനായിട്ട്. സോ ടെക്സ്ചർ വൈസ് ഞാൻ ഈ ക്രീമിന് ഞാൻ ഒരു 2 ഒക്കെ കൊടുക്കുള്ളൂ. കാരണം ടെക്സ്ചർ, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ഒരു ക്രീമിൻ്റെ. പിന്നെ അത് വെച്ച് നോക്കുമ്പം നമ്മുടെ ഈ ബ്ലൂ വെച്ച് നോക്കാനാണെങ്കിൽ ബ്ലൂ കുറച്ചും കൂടി ടെക്സ്ചർ വൈസ് ഗുഡാണ്. ടെക്സ്ചർ വൈസ് ശരിക്കും അപ്പോഴേക്കും ഇത് ഇവിടെ എത്തി. കണ്ടോ, നമുക്കൊരു എന്താ പറയുക ടൈം തന്നില്ല. ഓക്കെ, ടെക്സ്ചർ വൈസ് നോക്കാനാണെങ്കിൽ നമ്മുടെ ഫ്ലോലെസ് ഗ്ലോ ഇവിടെ, നൈറ്റ് റേഡിയൻസ് ഇവിടെ, നൈറ്റ് റേഡിയൻസും അതുപോലെ തന്നെ നമ്മുടെ ഡൂയി റേഡിയൻസും ഓൾമോസ്റ്റ് ഓക്കെ ആണ് ടെക്സ്ചർ വൈസ്. പക്ഷേ നമ്മുടെ ഫ്ലോലെസ് ഗ്ലോ അത്രയ്ക്ക് അങ്ങോട്ട് സഹകരിക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തിട്ട് ഞാനും അതുപോലെ തന്നെ മേടിച്ച ക്രീമാണ്. പക്ഷേ പൈസ എൻ്റെ പോയതുകൊണ്ട് അതിൻ്റെ സങ്കടം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ഇത് നമ്മുടെ സിറം, 3ഉം നമ്മുടെ സിറം ഇൻ ലോഷനാണ്. ഇത് ഗ്ലൂട്ടാഹയയുടെ ഫ്ലോലെസ് ഗ്ലോ അതുപോലെ തന്നെ ഫ്ലോ ആയിട്ട് പോകുന്നുണ്ട്. ഇതിൽ ഗ്ലൂട്ടാ ഗ്ലോ ഹൈലറോൺ പ്രോ റെറ്റിനോൾ ആണ് ഈ ക്രീമിലുള്ളത്. ഇതിൻ്റെ നമ്മളിപ്പം വോസ്ലിൻ്റെ ബെസ്റ്റ് ക്രീം നമ്മൾ അടിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്നത് ഈ റോസിഷ് ക്രീം തന്നെയാണ്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു കണ്ടന്റ് അടങ്ങിയതാണ്. പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാ ഗ്ലോ ഹൈലറോൺ ആൻഡ് നയാസിനമൈഡ് ആണ് ഇതിൽ വരുന്നത്. ഗ്ലൂട്ടാ ഗ്ലോ ഹൈലറോൺ ആൻഡ് നയാസിനമൈഡ് ആണ്. ഇത് നയാസിനമൈഡ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും ഹൈപ്പും ഇത്രയും നല്ലതും എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പിന്നെ ഇത് നമ്മുടെ ഓവർനൈറ്റ് റേഡിയൻസ്. ഞാനിപ്പം കണ്ടിന്യൂസ് ഒരു 3 months ആയിട്ട് നൈറ്റ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. 3ാമത്തെ മന്ത് വരെ ഇത് ലാസ്റ്റ് ചെയ്ത്. ഇതിൻ്റെ ഈ ഒരു റേറ്റിന് ഇത്രയും ക്വാണ്ടിറ്റി അത് ഏറ്റവും ബെസ്റ്റാണ്. ഇതിൽ ഗ്ലൂട്ടാ ഗ്ലോ ഹൈലറോണും അമിനോ പെപ്റ്റൈഡ് കോംപ്ലക്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഞാൻ സെക്കൻഡ് എന്താ പറയുക റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് തന്നെ കൊടുക്കും. ഫസ്റ്റ് ഞാൻ റേറ്റിംഗ് കൊടുക്കണം, ഇതിൽ ഞാൻ ഫുൾ റേറ്റിംഗ് കൊടുക്കും ഗൈസ്. കാരണം ഞാൻ ഏറ്റവും ലാസ്റ്റ് പർച്ചേസ് ചെയ്ത ക്രീം ഇതാണ്. ബട്ട് ഞാൻ ഏറ്റവും ഫസ്റ്റ് പർച്ചേസ് ചെയ്യേണ്ട ക്രീം ആയിരുന്നു ഇത്. എനിക്ക് ചെറുതായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയി. പക്ഷേ ഐ മീൻ ലവ് ദിസ് പ്രൊഡക്റ്റ് ഗൈസ്. 3 ക്രീമും മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾ ഈ 3 ക്രീമും മേടിച്ചോ. പക്ഷേ ഇതിൽ 3നും ഏറ്റവും വർത്ത് ആയിട്ടുള്ള ഒരു ക്രീമാണ്. വർത്ത് ഫോർ മണി ഇസ് ദിസ് ക്രീം ഗൈസ്. സോ ഇതാണ് എൻ്റെ ഓണസ്റ്റ് റിവ്യൂ ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഞാൻ എൻ്റെ കയ്യിലിട്ട് കാണിച്ചു തന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ ക്രീമിൻ്റെ ടെക്സ്ചർ ആയിരിക്കണം. ആ ടെക്സ്ചർ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആവുന്നതും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ സ്യൂട്ടാണോ ഡ്രൈ ആക്കുന്നുണ്ടൊക്കെ എന്നാണ് നമ്മൾ ഫസ്റ്റ് ആ ക്രീമിൽ നോക്കുന്നത്. സോ ഞാൻ ഈ നോക്കിയ ക്രീമിൽ ഞാൻ ഈ പറഞ്ഞ ക്രീം ഇതെൻ്റെ സ്കിന്നിനെ നല്ലോണം ഡ്രൈ ആക്കുന്നുണ്ട്. നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം ഡ്രൈ ആക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ സ്കിന്ന് നല്ല ഓന്തിൻ്റെ ടൈപ്പ് സ്കിൻ ആയതുകൊണ്ട് ഡ്രൈ ആവുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്ന് ഡ്രൈ ആയിട്ട് എനിക്ക് റാഷസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ നഖം വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പം എനിക്ക് റാഷസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്രീം വെച്ച് നോക്കാനാണെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ വൈസ് കുഴപ്പമില്ല. കാരണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കൂടുതലും നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. നൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ മോർണിംഗ് എണ്ണിക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക ഒരു രാവിലെ ഹൈഡ്രേഷൻ ഒക്കെ ആയിട്ടിരിക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്രീം ഇതാണ്. പിന്നെയും ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ക്രീമാണ് ഈ റോസ്. ഗൈസ് ഡൂ ദ പർച്ചേസ്. ഇത് വേർത്തിട്ടാണ് നമ്മുടെ മണിക്ക്. സോ ഇത്രയല്ല ഗൈസ് എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ഞാൻ പറഞ്ഞത്. കാരണം ഏതൊരു മേക്കപ്പ് പ്രൊഡക്ട്സ് നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ പൈസയ്ക്ക് നമ്മൾ മേടിക്കുമ്പോൾ അത് നമുക്ക് വേർത്തായിരിക്കണം. സോ അത്രയുള്ള ഗൈസ്. നിങ്ങളും നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് വോസ്ലിൻ്റെ പേജിൽ പോയിട്ട് പർച്ചേസ് ചെയ്യും. ഇതിൽ 3ൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ ഗൈസ് ബൈ ബൈ.